താമരശ്ശേരി ചുരത്തിലെ മണ്ണിടിച്ചിലിൽ റവന്യൂ മന്ത്രി കെ രാജൻ അടിയന്തര യോഗം വിളിച്ചു. ഇന്ന് രാത്രി 7 മണിക്ക് ഓൺലൈനായാണ് യോഗം. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. ഷിജോ കുര്യനോട് വിവരങ്ങൾ നൽകാനായി. ഷിജോ, നോക്കൂ, കൽപ്പറ്റ MLA ആയ ടി സിദ്ദിഖ് പറയുകയുണ്ടായി, മീഡിയ വണ്ണിനോട് പറയുകയുണ്ടായി, ആരും ഈ ചുരവുമായി ബന്ധപ്പെട്ടുള്ള ഈ മണ്ണിടിച്ചിലിൽ കാര്യക്ഷമമായി ഇടപെടുന്നില്ല, രക്ഷാപ്രവർത്തനത്തിൽ ഒരു ഏകോപനമില്ല, പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ട് എന്നൊക്കെ ഇന്ന് സിദ്ദിഖ് പറയുകയുണ്ടായി. ഇതിനുശേഷമാണോ ഇത്തരത്തിലൊരു യോഗം വിളിക്കാൻ റവന്യൂ വകുപ്പ് തീരുമാനമെടുത്തത്? അജി, അത്തരത്തിലുള്ള വലിയ ആക്ഷേപങ്ങൾ താമരശ്ശേരി ചുരത്തിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. സർക്കാരിനെതിരെ കാര്യക്ഷമമായുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ കൂടി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ കൂടിയാണ് താമരശ്ശേരി ചുരത്തിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് റവന്യൂ മന്ത്രി കെ രാജൻ അടിയന്തരമായിട്ട് ഒരു യോഗം വിളിച്ചത്. യോഗം അല്പസമയത്തിനകം മന്ത്രിയുടെ ചേംബറിൽ ഓൺലൈനായിട്ട് ചേരും. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ഓൺലൈനായിട്ടാണ് യോഗം. നിലവിലത്തെ സാഹചര്യം കൃത്യമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് തുടർ പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിൽ വേണം, ഏതൊക്കെ രീതിയിലാണ് മറ്റ് രക്ഷാപ്രവർത്തനം, അതുപോലെ തന്നെ ഇനിയുള്ള മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ ഏതൊക്കെ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും. ഒരുപക്ഷെ അവിടെ ദൂരെയുള്ള വാഹന ഗതാഗതമുണ്ട്, മറ്റ് നേരത്തെ നടന്ന സംഭവങ്ങളുണ്ട്, ഇനിയിപ്പോൾ ഭാവിയിൽ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഏതൊക്കെ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണം, ഇതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി കൂടിയാണ് റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ ഒരു യോഗം അടിയന്തരമായിട്ട് ഓൺലൈനായി ചേരുന്നത്. ഏതാണ്ട് യോഗം കഴിഞ്ഞാൽ ഉടൻ തന്നെ മന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. രാത്രി ഒരു 8 മണിയോടുകൂടി ആയിരിക്കാം റവന്യൂ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണുക. അതിനുശേഷം യോഗത്തിൽ സ്വീകരിച്ച തുടർ നടപടികളും എന്തൊക്കെ രീതിയിലാണ് ഇനി മുന്നോട്ട് പ്രവർത്തനം നടത്തുക എന്നതടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി വിശദീകരിക്കുകയും ചെയ്യും. അജി, അപ്പൊ തന്നെ ഷിജോ, ഈ വയനാട് പാതയുമായി ബന്ധപ്പെട്ട്, ഈ ചുരം പാതയുമായി ബന്ധപ്പെട്ട് ഈ 2 ജില്ലകളുടെ കളക്ടർമാർ ആ വിഷയത്തിൽ ഇടപെടണമെന്നുള്ള ഒരു ആവശ്യം ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് താമരശ്ശേരി നമുക്കറിയാം കോഴിക്കോട് ജില്ലയുടെ ഭാഗമായി നിൽക്കുന്ന ഭാഗമാണ്. അപ്പോൾ കോഴിക്കോട് ജില്ലാ കളക്ടർ ഇതിൽ പങ്കെടുത്തില്ല എന്ന MLA ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഈ കളക്ടർമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുമോ? അതുമായി ബന്ധപ്പെട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ടോ? ഈ സ്വാഭാവികമായിട്ടും ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുമെന്ന് പറയുമ്പോൾ ഒരു ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരി അവിടുത്തെ ജില്ലാ കളക്ടർ തന്നെയാണ്. സ്വാഭാവികമായിട്ടും വയനാട്, കോഴിക്കോട് ജില്ലകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ അവിടെ ജില്ലാ കളക്ടർ ഉണ്ടാവും, മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ടാവും, തഹസിൽദാർമാരുണ്ടാവും, അതുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികളുണ്ടാവും. അങ്ങനെ എല്ലാ ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി തന്നെയുള്ള ഒരു യോഗമാണ് റവന്യൂ മന്ത്രി കെ രാജൻ വിളിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഒരു ശാശ്വതമായ പരിഹാരത്തിന് സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും, ഇത്തരം ഒരു വിഷയം ഉണ്ടായാൽ അത് ഏതൊക്കെ രീതിയിൽ തടയാൻ കഴിയും, ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഏതൊക്കെ രീതിയിൽ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയും തുടങ്ങിയ എല്ലാ വശങ്ങളും സമഗ്രമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് അതിനൊരു പരിഹാര മാർഗം നിർദ്ദേശിക്കുക എന്നുള്ള കാര്യങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് റവന്യൂ മന്ത്രി കെ രാജൻ ഇന്നിപ്പോൾ ഓൺലൈനായിട്ട് തന്നെ ഒരു യോഗം വിളിച്ചത്. അതല്ല എങ്കിൽ മന്ത്രി കെ രാജൻ അവിടേക്ക് സന്ദർശനം നടത്തുമെന്നുള്ള ചില വിവരങ്ങൾ കൂടി നമുക്ക് ലഭിച്ചിരുന്നു. പക്ഷേ അതിന് നിൽക്കാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിനകത്ത് ഒരു ഇടപെടൽ നടത്താൻ വേണ്ടി കൂടിയാണ് എല്ലാ ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി തന്നെയുള്ള ഒരു യോഗം റവന്യൂ മന്ത്രി കെ രാജൻ വിളിച്ചിട്ടുള്ളത്. ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുമെന്നുള്ള അറിയിപ്പാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.